ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഡീലിംഗ് വിത്ത് ആങ്സൈറ്റി ആൻഡ് ഫിയർ ഓഫ് കിഡ്സ്. കുട്ടികളുടെ ഭയവും ആകുലതയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഭയം എന്താണ്? ഭയം, ആകുലത എന്താണ്? ആകുലത. ഭയം എന്നത് ഒരു സ്വാഭാവികമായ വികാരമാണ്. ഉദാഹരണത്തിന് കുട്ടി ഇരുട്ടിനെ, മിന്നലിനെ, അജ്ഞാതമായ ആളുകളെ ഇവയൊക്കെ ഭയപ്പെടാം. അതിലൊരു തെറ്റുമില്ല. ഭയം കുട്ടിയെ സുരക്ഷിതമാക്കാനുള്ള പ്രകൃതിദത്തമായ സംവിധാനമാണ്. പക്ഷേ ഭയം സ്ഥിരമായി അതിരു കടന്നാൽ അതൊരു ആകുലതയായി മാറും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സ്കൂളിൽ പോകാൻ തയ്യാറാകുമ്പോൾ കുട്ടിക്ക് വയറുവേദന ഉണ്ടാവുക, രാത്രിയിൽ ഒറ്റയ്ക്ക് ഉറങ്ങാൻ ഭയം, പുതിയ ആളുകളോട് സംസാരിക്കാനും മിണ്ടാൻ പറ്റാത്ത, ഇടപഴകാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാം ഭയത്തിൽപ്പെടുന്നതാണ്. കുട്ടികളിൽ ഭയത്തിനും ആകുലതയ്ക്കും ചില പ്രത്യേക ഘടകങ്ങൾ കാരണമാകാറുണ്ട്. കുടുംബത്തിൽ മാനസികമായ അധികമായ സമ്മർദ്ദം ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയില്ലായ്കയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കുട്ടിയിൽ ഈ പറയുന്ന പോലെ ഭയവും ആകുലതയും ഒക്കെ ഉണ്ടാകാം. മാതാപിതാക്കൾക്ക് സ്വന്തമായ ആകുലത ഉണ്ടെങ്കിൽ, അതായത് ജനറ്റിക്കലി പേരൻസ് പൊതുവെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളിൽ ആ സ്വഭാവം വന്നു ചേരാം. സ്കൂളുകളിൽ അവഗണന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ പീഡനങ്ങളോ ഉണ്ടെങ്കിലും കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അധികമായ TV, മൊബൈൽ, ഭയപ്പെടുത്തുന്ന കഥകൾ കാണുന്നത്, കേൾക്കുന്നത്, പിന്നെ നിയന്ത്രണാതീതമായ ഒരു പരിധിയിൽ വിട്ട് കുട്ടിയെ ശിക്ഷിക്കുന്നത്, താക്കീത് ചെയ്യുന്നത്, ഇതെല്ലാം ഭയത്തിനും ആകുലതയ്ക്കും കാരണമാകാം. എന്തൊക്കെയാണ് ഇതിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒരിക്കലും ഭയമുണ്ടെന്ന് കരുതി കുട്ടിയെ ജഡ്ജ് ചെയ്യരുത്. കുട്ടി ഭയപ്പെടുമ്പോൾ ഇതൊന്നുമില്ല, ഇതിന് പേടിക്കാനും മാത്രം എന്തിരിക്കണോ എന്ന് പറയാതെ, നിനക്കിത് ഭയമാണെന്നറിയാം, എന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട്. ഇത് കുട്ടികളുടെ ഉള്ളിൽ ഒരു മാനസികമായൊരു ആത്മവിശ്വാസം വളർത്താൻ കാരണമാകും. മറ്റൊന്ന്, റുട്ടീൻ തയ്യാറാക്കുക. അതായത് ഉറക്കം, ഭക്ഷണം, കളി, പഠനം എന്നിവയ്ക്കെല്ലാം ഒരു ക്രമം ഉണ്ടാക്കിയെടുക്കുക. ഇത് ആകുലത കുറയ്ക്കാൻ മറ്റൊരു പോംവഴിയാണ്. ചെറുതായിട്ടുള്ള ധൈര്യപ്രവർത്തനങ്ങൾ ചെയ്യിക്കാൻ കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒറ്റയ്ക്ക് ചെന്ന് നീ നിൻ്റെ ബാഗ് എടുത്തിട്ട് വരൂ, അല്ലെങ്കിൽ നീ അത് സ്വയം പാക്ക് ചെയ്തു നോക്കൂ. ഇങ്ങനെയൊക്കെ ടെൻഷനുള്ള കാര്യങ്ങൾ പതുക്കെ അവർക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രശംസിച്ചു കൊടുക്കുക. കൊള്ളാം, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, നീ ഇത് നന്നായി ചെയ്തല്ലോ, നീ നന്നായി പാക്ക് ചെയ്തല്ലോ. ഇങ്ങനെ ഈ ഭയമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്താലും തെറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിൽ കൂടിയും കുട്ടികളെ നന്നായി അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, റിലാക്സേഷൻ ടെക്നിക്കുകൾ പഠിപ്പിക്കുക. അതായത് ശ്വാസോച്ഛ്വാസം ശരിയായ രീതിയിലെടുക്കുക. കുറച്ചു നേരം കണ്ണടച്ച് നിശ്ചലമായിരിക്കാൻ അവരെ സഹായിക്കുക. ചെറിയ ചെറിയ യോഗകൾ അല്ലെങ്കിൽ ചിത്രരചന, ക്രാഫ്റ്റ്, ഇങ്ങനെയൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവരെ അതൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു കാര്യം, മൊബൈല്, മറ്റു സ്ക്രീൻ ടൈം, ഇതെല്ലാം നല്ല രീതിയിൽ നിയന്ത്രിക്കുക. ഉത്കണ്ഠ കൂട്ടാൻ ഇവയെല്ലാം ഒരു പ്രധാന കാരണമാണ്. ഉത്കണ്ഠ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നമ്മളും കുറയ്ക്കുക, കുട്ടികളെ കുറയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഈ സഹായം ആവശ്യമായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. കുട്ടി തുടർച്ചയായി പഠനത്തിൽ താല്പര്യക്കുറവ് കാണിക്കുക, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഭക്ഷണ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരവസ്ഥ, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, പിന്നെ വളരെ അടുപ്പമുള്ള ബന്ധങ്ങളിൽ ഇടപഴകാൻ പേടി, ഇല്ല ഞാൻ അങ്ങോട്ട് പോവില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അത് നമ്മൾ പരിചിതരായ ആളുകളുടെ അടുത്ത് ഇടപഴകാൻ ഭയം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കുട്ടികൾക്ക് നമ്മുടെ സഹായം ആവശ്യവുമായൊരു കാര്യമാണ്. ഭയവുമായി ബന്ധപ്പെട്ട ശാരീരിക ലക്ഷണങ്ങളിൽ പ്രധാനമായി പറയുന്നത് വയറുവേദന, തലവേദന മുതലായവയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യം, ഭയം ഒരിക്കലും ഒരു കുറുക്ക് വഴി മാറ്റാൻ സാധിക്കില്ല.
കുട്ടിയെ സഹനത്തോടെ വിശ്വാസത്തോടെ പ്രോത്സാഹിപ്പിച്ചാൽ ഭയം എന്നത് ഒരു ധൈര്യമായി മാറും. നമ്മൾ മാതാപിതാക്കൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് കുട്ടികൾ നമ്മുടെ അടുത്ത് സുരക്ഷിതരാണെന്നൊരു അവബോധം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കുട്ടികളുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട പഠന ബുദ്ധിമുട്ടുകളോ ആങ്സൈറ്റി ഡിസോർഡറുകളോ സെൽഫ് എസ്റ്റീം ഇല്ലായ്ക ഇങ്ങനെയുള്ള തോന്നലുകൾ, പേരൻസിന് വേണ്ടപ്പെട്ട കൗൺസിലിങ്ങൾ എല്ലാം ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടി ക്ലാസ്സുകൾ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.